നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റിയേക്കില്ല എന്ന റിപ്പോർട്ട്. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഗവർണറുടെ സ്ഥാനം ഒഴിയാനുള്ള സമയം അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം കേന്ദ്രം എടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗവർണർ പദവിക്ക് സമയപരിധി ഇല്ലെങ്കിലും 5 വർഷം പൂർത്തിയാകുമ്പോൾ മാറ്റുന്നതാണ് കേരളത്തിന്റെ കാര്യത്തിൽ സാധാരണ നടക്കാറുള്ളത്. ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കണ്ടത് ഗവർണർ സർക്കാർ പോരിന്റെ പരമ്പര തന്നെ. രാജ്യത്ത് ആകെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിനെ വിവിധ വിഷയങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിസന്ധിയിലാക്കിയതിനാൽ കേന്ദ്രത്തിന് സ്നേഹം കൂടുതലാണ്. സർക്കാരുമായുള്ള തർക്കങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും 5 വർഷം പൂർത്തിയാക്കുകയാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല വിഷയങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ വിസിമാരുടെ നിയമനം വരെ സർക്കാരും ഗവർണറും തമ്മിൽ കൊമ്പ് കോർത്തിരുന്നു. ഗവർണർ പദവിക്ക് 5 വർഷമാണ് കാലാവധി എന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. ഭരണഘടനയുടെ 156 വകുപ്പ് പ്രകാരം 5 വർഷത്തേക്കാൾ ഗവർണർ നിയമനം എങ്കിലും പുതിയ നിയമനം വരുന്നത് വരെ നിലവിലുള്ള ആൾക്ക് പദവിയിൽ തുടരാം. 2019 ജൂലൈ 29 മുതൽ ഇതുവരെ ആനന്ദി ബെൻ പട്ടേൽ ഗുജറാത്ത് ഗവർണർ സ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. 5 വർഷം തികയുന്ന ദിവസം മുൻഗാമി പി സദാശിവം മാറിയിരുന്നു. എന്നാൽ ഗവർണറെ നിയമിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതായത് പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ ആരിഫ് മുഹമ്മദ് ഖാന് തുടരാം. ആഴ്ചകൾക്ക് മുൻപ് രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലും ഗവർണർ സ്ഥാനത്ത് തുടരുന്ന കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. ഈ മാസം അവസാനം വരെ വിവിധ പരിപാടികൾ സംസ്ഥാന ഗവർണർ ഏറ്റെടുത്തിട്ടുമുണ്ട്. സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നില്ല എന്ന